പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ കർഷകർ ധാരാളമായി വെച്ചുപിടിപ്പിച്ച ഒന്നാണ് വാനില. ഈ വാനില കൃഷി വൻ ലാഭകരമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് വൻതോതിൽ വാനില വെച്ച് പിടിപ്പിച്ചുവെങ്കിലും പിന്നീട് കർഷകരത് വിലയിടിവിനെ തുടർന്ന് ഉപേക്ഷിച്ചു. എന്നാൽ വാനില കൃഷി തുടർന്നു കൊണ്ടുപോകുന്ന കർഷകരും നിരവധിയുണ്ട്. മോശമല്ലാത്ത വരുമാനം ലഭിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. മാത്രമല്ല, പുതിയ കർഷകർ വാനില കൃഷിയിലേക്ക് കടന്നു വരുന്നുമുണ്ട്. അതിൽ കർഷകർ ചോദിക്കുന്ന ചില ചോദ്യം എന്ന് പറയുന്നത് വാനില കൃഷിയിൽ എങ്ങനെ പരാഗണം നടത്താം എന്നുള്ളതാണ്. വാനിലയിൽ നമ്മൾ കൃത്രിമ പരാഗണമാണ് നടത്തേണ്ടത്. അത് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ സഹായത്തോടുകൂടി എങ്ങനെ നടത്താമെന്ന് നോക്കാം. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, നമ്മുടെ താഴെ ഈ പരാഗണ സ്ഥലം അത് പൊതിഞ്ഞുകൊണ്ടുള്ള ഒരു ഉൾപ്പാളി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ മുകളിലുള്ള പരാഗരേണുക്കൾ നേരിട്ട് അവിടെ പതിക്കുകയില്ല. അത് നമ്മൾ പതിപ്പിക്കുകയാണ് വേണ്ടത്. അത് നമുക്കൊരു ഈർക്കൽ ഉപയോഗിക്കാം, ഈർക്കൽ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ മുകൾ ഭാഗത്തുള്ള സ്ഥലം നമ്മൾ ഉയർത്തിയതിന് ശേഷം താഴെയുള്ള ഉൾപ്പാളി അത് നമ്മളത് ഈർക്കൽ കൊണ്ട് മാറ്റിയതിന് ശേഷം ഈ പരാഗരേണുക്കൾ ഉൾപ്പെട്ട ഈ ഭാഗം നമുക്ക് അതിലേക്ക് ഒടിച്ച് ഒന്ന് സാവധാനത്തിൽ അമർത്തി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ശക്തമായി അമർത്തേണ്ട ആവശ്യമില്ല, ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് പുറമെ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. ഇത് നമ്മൾ ഈ ഈർക്കൽ ഉപയോഗിച്ചുകൊണ്ട് ആ പരാഗരേണുക്കൾ നമ്മൾ ശേഖരിച്ച് നമുക്കത് ഈ പരാഗണ സ്ഥലത്തേക്ക് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ സൂക്ഷ്മമായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇങ്ങനെ കൃത്രിമ പരാഗണം നടത്തി നമുക്ക് വാനില ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത് 1-2 പ്രാവശ്യം നമ്മൾ ഈ പരാഗണം ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതൽ പ്രായോഗികമായി ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പ്രായോഗികമായി ചെയ്യാൻ വേണ്ടി സാധിക്കും.